ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനും അത് നിങ്ങളോട് ആത്മാവിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ബോധിപ്പിക്കാനും ദൈവമായ കർത്താവ് എനിക്കൊരു അവസരം കൂടി തരികയാണല്ലോ. ഈ നല്ല സമയത്തെ ഉത്തരവാദിത്ത ബോധത്തോടെ ഏറ്റെടുത്ത് നിങ്ങളോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇന്നത്തെ ആത്മീക ചിന്ത പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം 16-ാം സങ്കീർത്തനത്തിലാണ്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. 16-5 സങ്കീർത്തനങ്ങളിൽ നിന്ന്: എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ദൈവം എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. 2-ാം ഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ദൈവം എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആകെ 5 കാര്യങ്ങൾ മാത്രമല്ല 16-ാം സങ്കീർത്തനത്തിനകത്തുള്ളത്. ഒരു ദൈവഭക്തന് വേണ്ടി ചെയ്യുന്ന 5 കാര്യങ്ങളാണ്. അതിലൊന്നാണ് എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നത്. രണ്ടാമത്തത് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിനുണ്ട്, എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരും എന്നെഴുതിയിരിക്കുന്നത്. മൂന്നാമത്തത് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്, എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. 4-ാമത്തത് ദൈവം തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. 5-ാമത്തത് ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ഒരുമാതിരി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന 5 കാര്യങ്ങളാണ്. അല്ല, ഈ 5 കാര്യങ്ങൾക്കകത്ത് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ആത്മീയതയുടെയും ഭൗതികതയുടെയും പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 16-ാം സങ്കീർത്തനത്തിൻ്റെ ഈ 5 കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ, നമുക്ക് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരു അവസരം തരുന്നതാണ് ജനിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവം ജനിപ്പിച്ചു എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെയൊക്കെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നു. ദൈവം വംശാവലി പട്ടിക എഴുതുമ്പോൾ ഇന്നാരെ ജനിപ്പിച്ചു എന്നൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ ഒരു ജന്മം തരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജനിപ്പിച്ചിട്ട് ജീവിച്ചോളാൻ പറഞ്ഞിട്ട് കൈ ഒഴിയുന്നൊരു ദൈവമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല. ഇന്നും അത് തന്നെ പറയുകയാണ്. ദൈവം ജീവിക്കാനൊരു അവസരം തന്നാൽ ജീവിതം മെച്ചമാക്കാൻ, ജീവിതം ഉയർത്തപ്പെടാൻ, ജീവിതം സമാധാനപൂർണ്ണമാക്കാൻ, ഈ ജീവിതത്തെ മറ്റൊരാൾ പരാജയപ്പെടുത്താതിരിക്കാൻ, വേറൊരാൾ കുറ്റം പറയാതിരിക്കാൻ, ഇങ്ങനെ ജീവിച്ചിട്ട് അവസാനം നിരാശനായി താടിക്ക് കൈയും കൊടുത്തിട്ട് എന്തിനാ ഇങ്ങനൊരു ജന്മമെന്നും ചോദിച്ച് അവസാനം നരയോടെ പാതാളത്തിലേക്ക് ദുഃഖിതനായി പോകാനൊന്നും ഇടയാക്കാതിരിക്കാൻ, വിജയത്തിന് വേണ്ടി ദൈവമായ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിൽ പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം ഇപ്പം പറഞ്ഞ 5 കാര്യങ്ങൾ കേട്ടോ, അതുപോലെ തൻ്റെ ജനത്തിനും ഭക്തന്മാർക്കും വേണ്ടി ദൈവം പല കാര്യങ്ങളും ഇതുപോലെ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ തന്നെ ചെയ്ത് കിട്ടിയാൽ നമ്മൾ എത്ര സമാധാനത്തോടെ ജീവിക്കും. ഞാൻ 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് സങ്കീർത്തന പ്രബോധനം നടത്തുകയോ കൊച്ചു പ്രസംഗങ്ങളൊക്കെ നടത്തുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 5 പോയിൻ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ച് വിശദീകരിച്ച് കൊച്ചു കൂട്ടായ്മയ്ക്കൊക്കെ പറഞ്ഞാൽ ഒരു അനുഗ്രഹമായിരിക്കും കേട്ടോ. നമ്മളത് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതൊക്കെ അനുഗ്രഹത്തിന് കാരണമായിരിക്കും. അതിലാദ്യത്തേതാണ് നമ്മൾ വായിച്ചത് 5-ാം വാക്യത്തിൽ, എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. വായനാ രീതിയിൽ ഞാൻ എപ്പോഴും പറയും, ബൈബിളിനൊരു വായനാ രീതിയുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കൊരു വായനയുടെ രീതി കിട്ടുള്ളൂ. പക്ഷേ അതിനെയൊന്നും നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ വ്യാഖ്യാനിക്കുക, ആത്മീകവൽക്കരിക്കുക, മറ്റു വാക്യങ്ങളുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര അർത്ഥങ്ങൾ വരും. അപ്പം ഇതിനെ ഒന്ന് നമ്മുടെ നാടൻ രീതിയിലേക്ക് നമ്മൾ പറഞ്ഞാൽ, എനിക്കുള്ള ഓഹരി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ദൈവമായ കർത്താവ് തരുന്ന ഈ ഭൂമിയിലുള്ള അവകാശങ്ങളൊക്കെയാണ് ഈ ഓഹരി. ആ ഓഹരിയെ ദൈവം പരിപാലിക്കും. ഒരു ഓഹരി തരിക മാത്രമല്ല, അല്ലെങ്കിൽ നമുക്കൊരു പങ്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തരിക മാത്രമല്ല,
നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക കൂടി ചെയ്യുന്നതാ ദൈവം. ഈ വാക്യം വായിച്ചപ്പോൾ പഴയകാലത്തെ ആളുകളൊക്കെ പറയായിരുന്നു, അവനവനുള്ള അരിക്കകത്ത് അവൻ്റെ പേരെഴുതി വച്ചുമ്മ. പഴയ അമ്മമാരൊക്കെ പറയുന്നതാണേ, എനിക്കുള്ള അരിയിൽ എൻ്റെ പേരെഴുതി വച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, ഒരു മലയാളി ഫ്രേസാണത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഞാൻ കഞ്ഞി കുടിക്കേണ്ട അരി, ആ അരി വേറൊരുത്തും കൊണ്ടുപോകത്തില്ല, വേറൊരുത്തിൻ്റെ കലത്തിൽ അത് ചെന്ന് വീഴത്തുമില്ല എന്ന് ഒരുറപ്പ് പഴയ ആൾക്കാർക്കുള്ളത് കൊണ്ട് അവർ പറഞ്ഞ് ശീലിച്ച ഒരു പഴഞ്ചൊല്ലാണ്, എനിക്ക് കഞ്ഞി കുടിക്കേണ്ട അരിക്കകത്ത് എൻ്റെ പേര് ദൈവം എഴുതിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇല്ല കേട്ടോ, അത് ഒരു പഴഞ്ചൊല്ല. അത്രയ്ക്ക് ഉറപ്പായിരുന്നു അന്നത്തെ ആളുകൾക്ക്. അവനവനുള്ളത് ദൈവം അവനവന് വെച്ചേക്കും എന്ന് പറയുന്നത് പോലെ എന്ന് ഞാൻ പറയാൻ വന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പഴയ കാര്യം ഓർത്തു പോയത്. ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പഴമക്കാരുടെ കൂടെ നടക്കുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് കാതോർക്കുമ്പോൾ അവരൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകളും പഴയ കാലത്ത് കേട്ടിട്ടുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നത് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. എന്നതുപോലെ എനിക്കൊരു ഓഹരി ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആ ഓഹരിയെ ദൈവം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുക. പരിപാലിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ പരിപോഷണങ്ങളും സൂക്ഷിക്കപ്പെടലൊക്കെ അതിനകത്ത് പെടുന്നുണ്ട്. പിന്നെ എൻ്റെ ഓഹരി എന്തൊക്കെയായിരിക്കും? ദൈവം എനിക്ക് തന്ന ഓഹരികൾ, നമ്മുടെ ജോലി, മക്കൾ, കുടുംബം, സമ്പത്ത്, വീട്, ഇതൊക്കെ നമ്മൾ വലിയ കൈക്കരുത്ത് കൊണ്ടുണ്ടാക്കിയതാണെന്നും നമുക്കതിന് അർഹതയുള്ളത് കൊണ്ട് കിട്ടിയതാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ എല്ലാം അവകാശമായി തന്നത്, ഓഹരിയായി തന്നത് ദൈവമാണ്. ഈ ദൈവം നമുക്ക് ഓഹരിയായി തന്നതിനെയൊക്കെ പരിപാലിക്കും, സൂക്ഷിക്കും. നിങ്ങൾക്കൊരു കൊച്ചു കച്ചവടം ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്. നിങ്ങളെങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വെള്ളത്തിൽ കിടന്ന് തുഴയുന്നത് പോലെ തുഴയുക, ദൈവം പോലും സഹായിക്കുന്നില്ല. കടം കയറി മൂക്കത്ത് വെള്ളം മുട്ടുന്നത് പോലെ വരിക. എന്തോ ചെയ്യുമെന്നറിയില്ല, നിർത്തിയിട്ട് പോകാനും വയ്യ. പലിശ കൊടുത്ത് നമ്മൾ തകരുവാണെങ്കിൽ അത് ദൈവത്തിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. ഇരുത്തി ചിന്തിക്കണം. എന്നാൽ പലർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഹരി എന്നുള്ള വാക്കിനടുത്ത് ഞാൻ ചിലത് ഫിറ്റ് ചെയ്യുക കേട്ടോ. ജീവിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു തൊഴിലുകൾ കൊടുക്കും ദൈവം. ഈ ഭൂമിയിൽ ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഒരു ജന്മം തന്നിട്ട് അരിമേടിക്കാനുള്ള വഴിയില്ലാതെ ദൈവം ഒരിക്കലും നമ്മളെ വഴി അടയ്ക്കത്തില്ല. എല്ലാവർക്കും വഴിയുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി, ഒരു തൊഴിലിന് വേണ്ടി നമ്മൾ വെള്ളക്കോളർ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എനിക്കറിയത്തില്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ 2 മക്കളെ വളർത്തി ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവന് കിട്ടും. ഇന്നിടത്തെ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ, ഇന്ന പോലത്തെ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ സുല്ല് പറയുന്നു. അതല്ല, ഇവിടെ ജീവിക്കാൻ വേണ്ടി ഒരുത്തൻ തയ്യാറായാൽ അവന് വേണ്ടതൊക്കെ ദൈവം എവിടെയെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങൾക്കൊരു കൊച്ചു ബിസിനസ് ഉണ്ടെങ്കിൽ, അത് ദൈവം തന്നതാണെങ്കിൽ, ആ കടയിലേക്ക് വരേണ്ട വഴിയും വരുമാനവും കച്ചവടവും കസ്റ്റമറും അതിനെ വേറൊരുത്തൻ കൊണ്ടുപോകത്തില്ല. നിൻ്റെ ഓഹരിയാണതെങ്കിൽ, നിൻ്റെ പെട്ടിയിൽ വീഴേണ്ട പണമാണ് അവൻ്റെ കയ്യിലിരിക്കണതെങ്കിൽ, അങ്ങനെയാണല്ലോ കച്ചവടങ്ങൾ പോകുന്നത്. ദൈവം അത് മറ്റൊരുത്തൻ്റെ പെട്ടിയിൽ വീഴാൻ അനുവദിക്കില്ലെന്ന്. നിൻ്റെ കുടുംബത്തിൽ സ്നേഹം, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം മക്കൾക്ക് കിട്ടണം. ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടണം. ഭാര്യയുടെ ബഹുമാനവും കരുതലും ഒക്കെ ഭർത്താവിന് കിട്ടണം. കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവരുടെ കരുതൽ, അവരിൽ നിന്നുള്ള നന്മയൊക്കെ മാതാപിതാക്കൾക്ക് കിട്ടണം. അത് അവരവരുടെ അവകാശമാണ്, ഓഹരിയാണ്. അത് ഏതെങ്കിലും വിധത്തിൽ നിനക്ക് തരാതിരിക്കാൻ, എത്താതിരിക്കാൻ, കിട്ടാതിരിക്കാൻ അതിനൊക്കെയുള്ള വലിയ വലിയ പരിപാടികൾ സാത്താന്യ ലോകം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മേഖലയിലേക്ക് നമ്മൾ കയറാതിരിക്കുക നല്ലത്. കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നാം ദൈവത്തെ വിശ്വസിച്ചും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ നിൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. നിനക്ക് കിട്ടേണ്ട സ്നേഹം വേറൊരുത്തരും ഒരു വഴി കൂടെ കൊണ്ടുപോകില്ല. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട കരുതൽ വേറെ ആരും എടുത്തുകൊണ്ട് പോകില്ല. മാതാപിതാക്കളാണെങ്കിൽ മക്കളിൽ നിന്നൊരു പ്രായം കഴിയുമ്പോൾ കിട്ടേണ്ട കുറേ കരുതൽ, സ്നേഹമൊക്കെ ഇല്ലേ, അത് നിങ്ങളെ മറന്ന്, നിങ്ങളുടെ അവകാശമാണത്,
നിങ്ങൾ നൊന്തുപെറ്റു വളർത്തിയ മക്കൾ, നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്ത് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ, അവർ പ്രായമാകുമ്പോൾ, അവർ കുടുംബസ്ഥരാകുമ്പോൾ അവർ നിങ്ങളോട് ബഹുമാനം, സ്നേഹം, കരുതൽ ഇതൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഓഹരിയാണത്. ആ ഓഹരിയെ മറ്റൊരുത്തൻ ഏതെങ്കിലും വിധത്തിൽ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ ദൈവം സമ്മതിക്കില്ല. നിങ്ങൾ ക്രിസ്തു ഭക്തരായി ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഓഹരിയെ ഈ കർത്താവാം ദൈവം പരിപാലിക്കും. നിങ്ങളുടെ വസ്തുവക, ജോലി, വരുമാനം, നിങ്ങൾക്ക് കിട്ടേണ്ട നന്മ, അവകാശം, ഇതൊരുത്തനും കൈവച്ച് അനുഭവിക്കത്തില്ല. നിങ്ങളതിൻ്റെ അവകാശിയെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. കിട്ടാനിരിക്കുന്ന പണം, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ന്യായമായും കിട്ടേണ്ട പ്രൊമോഷൻ, ഇതൊക്കെ നിങ്ങളുടെ ഓഹരിയാണ്. വല്ലവൻ്റെ കയ്യിലിരിക്കുന്ന മോഹിക്കുകയല്ല, നിങ്ങളുടെ ഓഹരിയാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓഹരിയാണ് അഥവാ നിങ്ങളുടെ അവകാശമാണെങ്കിൽ നിങ്ങളത് ശക്തമായി പറ, പരിപാലിച്ച് തരുന്നൊരു ദൈവമുണ്ട്. എൻ്റേതാണത്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതം, എൻ്റെ തൊഴിൽ, എൻ്റെ വരുമാനം, എൻ്റെ അപ്പൻ്റെ വീതത്തിൽ ഇന്നത്, നിങ്ങളുടെ ആത്മീക തലത്തിൽ ഇതൊക്കെ നിങ്ങളുടെ ഓഹരിയാണ്, അവകാശമാണ്. അത് തമ്പുരാൻ പരിപാലിച്ച് നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളെക്കൊണ്ട് അനുഭവിപ്പിക്കണം. അതിനാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്. അതിന് വിരുദ്ധമായതിനെല്ലാം ദൈവം മാറ്റി, എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നവനെ ഞാൻ നന്നായി അറിയുന്നു എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കതിനായിട്ട് ഏൽപ്പിക്കാം. പിശാച് പിടിച്ചു വെച്ചവൻ കൊണ്ടുപോയി എന്നും പറഞ്ഞ് എന്നും കണ്ണു തിരുമ്മി നടക്കാതെ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നവനെ നമുക്ക് ആശ്രയിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊരു ജീവിതം തന്നിട്ട്, ഞങ്ങൾക്ക് ഓഹരിയും നന്മയും തന്നിട്ട്, ഞങ്ങളെക്കാൾ ശക്തന്മാരത് തട്ടിയെടുത്ത് കൊണ്ടുപോയി അനുഭവിക്കുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന ദൈവമല്ലല്ലോ. മിദ്യാന്യർ ഇസ്രായേലിൻ്റെ അവകാശമായിരിക്കുന്ന ഗോതമ്പും ബാർലിയും വയലുകൾ കൊയ്തുകൊണ്ട് പോയപ്പോൾ അവകാശത്തെ പരിപാലിക്കാൻ ചിലരെ എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.